ഇടേണ്ടത് തക്കാളി, ഇഞ്ചി, ഗാർലിക് പേസ്റ്റാണ്. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ വഴണ്ട് കഴിഞ്ഞാൽ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി വഴണ്ട് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ അടിച്ചത്, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ മസാലകൾ കുറച്ച് ഉപ്പിടുന്നു. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു നുള്ള പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഒന്ന് നന്നായിട്ട് കിട്ടും. കുറച്ച് പഞ്ചസാര, കുറേ ഒന്നും വേണ്ട, ഒരു നുള്ള പഞ്ചസാര ഇടുമ്പം ഇത്രയും മതി. നുള്ള പഞ്ചസാര അതിൻ്റെ കൂടെ ഇടുമ്പം ആ ഫ്ലേവർ നന്നായിട്ട് വരും. അതിനുവേണ്ടി ഇതൊരു ബംഗാളി ടിപ്പാണ്, കൽക്കട്ടയിൽ ബംഗാളീസ് ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരും. ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഞാൻ സോയാബീൻ ഒരു 3-4 മണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിൽ ഇതാക്കിയാണ്. അതിൻ്റെ കൂടെ ഈ സോയാബീൻ നമ്മൾ പുതിർത്തി വയ്ക്കുമ്പം ഒരു ടിപ്പും കൂടി ഉണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് എന്താ പറയുക നമ്മളെ സോയാ സോസും കൂടെ ആ വെള്ളത്തിൽ കലക്കിയിട്ട് ആ തിളച്ച വെള്ളത്തിൽ ഇത് പുതിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും. പോരാത്തതിന് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് മസാലകളൊക്കെ പിടിക്കും. ഓക്കെ, അതൊരു ടിപ്പാണ്. അപ്പം ഇത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഞാൻ മുറിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതും അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് ഇതായി കഴിഞ്ഞാൽ എണ്ണ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മസാല ഉരുളക്കിഴങ്ങ് ആദ്യം ഇടാം. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് സോയാബീൻ ഇടാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് അരച്ച് വെച്ചിട്ട് വേവിക്കുക. ഉരുളക്കിഴങ്ങും സോയാബീനും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിക്കുക, അടച്ച് വയ്ക്കുക. കരിവേപ്പില ഇട്ടുണ്ട്. ആയി കഴിഞ്ഞാൽ നമുക്ക് മല്ലീൻ്റെ ഇല ഇടാം. ഇത് അങ്ങനെ ആയിട്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ. ഇതാ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റഫ് ഉണ്ടല്ലോ, സ്റ്റഫിന് എന്ത് ചെയ്യുക, ഇങ്ങനെ സ്പൂണും കൊണ്ട് ചപ്പാത്തീൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി വയ്ക്കുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ പരത്തി കൊടുക്കുക. മൊത്തത്തിൽ അറ്റം വരെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതങ്ങനെ 2 മടക്കാക്കുക. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഉരുട്ടുക. ഉരുട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് മുറിക്കുക. മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ ഒരു ടൈപ്പ് വരും. ഈ ഇതിനെ ഇങ്ങനെ, എന്നിട്ട് ഇതിനെ കുറച്ച് പൊടി വെച്ചിട്ട് പരത്തുക. പിന്നെ പരത്തിയിട്ട് ചപ്പാത്തി ഇതിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഫൈനലി ആലു പൊറോട്ട ആൻഡ് സോയാബീൻ കറി. ഓക്കെ, ബൈ.